നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം പ്രതീക്ഷകളുടേതാണ്. ഓരോ ദിവസവും പ്രതീക്ഷകളോട് കൂടിയാണ് മനുഷ്യരൊക്കെയും ജീവിക്കുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും ഇന്ന് ശരിയായില്ലെങ്കിൽ നാളെ ശരിയാകും എന്നുള്ള പ്രതീക്ഷയാണ് ഓരോ മനുഷ്യനെയും വഴി നടത്തുന്നത്. പക്ഷേ ജീവിതം പലപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് നീങ്ങിപ്പോകുന്ന പല കാഴ്ചകളുമാണ് ഓരോ ദിവസവും കാണാൻ കഴിയുന്നത്. ഒരാൾ നമ്മളെ സഹായിച്ചില്ല, കൂടെ ജീവിക്കുന്നയാൾ നമുക്ക് കരുത്ത് തന്നില്ല, കൂടെ നിൽക്കുന്നയാളുടെ സപ്പോർട്ട് കിട്ടിയില്ല, ഇങ്ങനെയുള്ള പഴികൾ പറഞ്ഞുകൊണ്ട് ജീവിതത്തെ വളരെ ലാഘവത്തോടു കൂടി കാണുന്ന വ്യക്തികളെ നമുക്ക് കാണാം. നമ്മുടെ ജീവിതം നമ്മുടേതാണ്. എൻ്റെ ജീവിതം ഞാൻ തന്നെ ജീവിച്ചു തീർക്കാനുള്ളതാണെന്നുള്ള ചിന്ത ഓരോ മനുഷ്യനിലും ഉണ്ടാവണം. എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെയും ഞാൻ ചെയ്യണം. ചെയ്യേണ്ട സമയങ്ങളിൽ ഓരോ കാര്യങ്ങളും ചെയ്യാതിരുന്നിട്ട് മറ്റുള്ളവരുടെ മേൽ, കുടുംബക്കാരുടെ മേൽ, ഭർത്താവിൻ്റെ മേൽ, ഭാര്യയുടെ മേൽ പഴി ചാരിയിട്ട് ഒരു കാര്യവുമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്ത് ശീലിക്കുകയാണ് വേണ്ടത്. ചുറ്റുമുള്ളവരെ കൂടെ അതിനുള്ളിലേക്ക് ഭാഗഭാക്കുകളാക്കി മാറ്റുകയാണെങ്കിൽ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കും. 25 വയസ്സിന് അടുത്തൊക്കെ ജോലി കിട്ടുന്ന പ്രതീക്ഷകളുള്ള വളരെ കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. ഈ പ്രതീക്ഷകൾ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും അവസാനിച്ചെന്നിരിക്കും. ചിലപ്പോൾ ജോലി ലഭിച്ചെന്ന് വരില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ ജീവിതം ഏത് രീതിയിൽ മുൻപോട്ട് പോകണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പ്രതീക്ഷകൾ മുൻപോട്ട് തന്നെ വെക്കണം. നിരാശകൾക്ക് വേണ്ടിയിട്ട് ജീവിതം കളയരുത്. നിരാശപ്പെട്ടിരുന്നാൽ ജീവിതത്തിൽ ഒന്നും ലഭിക്കുകയില്ല. പലവിധമായിട്ടുള്ള സോഴ്സുകളുണ്ട് ജീവിത വിജയത്തിന്. ഇതിൽ ഏതെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കാനുള്ള മനസ്സ് കാണിക്കണം. നിരാശയിലായാൽ മനസ്സ് വളരെയധികം ഇടിഞ്ഞുപോയി ഒന്നും ചെയ്യാനാവാതെ തോൽവികളിലേക്ക് ജീവിതം കൂപ്പുകുത്തുന്നത് കാണാം. എന്നാൽ ജീവിതത്തിൽ നിശ്ചയദാർഢ്യം വേണം. ആത്മവിശ്വാസത്തോടുകൂടി ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കണം. ഞാനെന്ന ഒരു വ്യക്തിക്ക് സാധിക്കുന്നെങ്കിൽ നമ്മുടെ കുടുംബം മുഴുവൻ നന്നാവും, കുടുംബത്തിന് മുഴുവൻ വിജയങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുമെന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. പ്രായം ഇതിനൊരു ഘടകമേ അല്ല. 18 വയസ്സോ 20 വയസ്സോ 25 വയസ്സോ എന്നൊന്നും നോക്കി കാത്തിരിക്കേണ്ട. പ്രായമൊന്നും അല്ല ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത്. നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങളാണ്. നമുക്കൊരു ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം. 25 വയസ്സായാൽ ആഗ്രഹിക്കും 30 വയസ്സാകട്ടെ, എനിക്ക് പക്വതയായില്ല. 40 വയസ്സിനോളൊക്കെ അടുക്കുമ്പോഴായിരിക്കും ചിന്തിച്ചു തുടങ്ങുന്നത്, എനിക്ക് എത്രയോ നേരത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാമായിരുന്നു. ജോലി ലഭിച്ച കുട്ടികളെ കാണാം. ജോലി ലഭിച്ചിട്ടും യാതൊരുവിധ സേവിങ്സും ഇല്ലാതെ അലഞ്ഞു തിരിയുന്നവർ. 10-15 വർഷങ്ങൾ ജോലി ചെയ്തിട്ടും കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ലാതെ, ഒരു ഭവനമില്ലാതെ, കുഞ്ഞുങ്ങൾക്കൊരു സേവിങ്സ് ഇല്ലാതെ കടത്തിന്മേൽ കടം കയറി നടക്കുന്ന ആളുകളെയും കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ലക്ഷ്യബോധം ഇല്ലാതെയുള്ള ജീവിതത്തിൻ്റെ ചില പ്രയാസങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ, ചുറ്റുമുള്ളവരുടെ അനുഭവങ്ങളിലേക്ക് കണ്ണോടിക്കണം. ചുറ്റുമുള്ള പ്രായമുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ സമയം കണ്ടെത്തണം. കാരണം നമ്മുടെ സമപ്രായക്കാരേക്കാൾ അനുഭവം കൊണ്ടും ജ്ഞാനം കൊണ്ടുമൊക്കെ മുതിർന്നവർ വളരെയധികം മുൻപോട്ട് ജീവിച്ചവരാണ്. ഈ ഭൂമിയിൽ ജീവിക്കാൻ കുറേ കാലം കിട്ടിയിട്ടുള്ള ആളുകളോട് സംസാരിച്ചാൽ അവരുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ നന്മയും തിന്മയുമൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. അല്ലാതെ ഏതെങ്കിലും ഒരു കൗൺസിലറുടെ അടുത്ത് പോയിരുന്ന് കൗൺസിലിംഗ് നടത്തുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ അയൽഭവനങ്ങളിലുള്ള പക്വതയുള്ള, പ്രായമുള്ള ആളുകളുമായി ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഈ അനുഭവങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. എത്രത്തോളം ജീവിതത്തിൽ ആളുകളുമായിട്ട് ജീവിത വിജയവും തോൽവിയുമൊക്കെ വരിച്ച ആളുകളുമായിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഓരോ മനുഷ്യനും അനുവദിച്ചിരിക്കുന്ന ഒരു നിശ്ചിത കാലയളവേ ഉള്ളൂ. ആ കാലയളവിനുള്ളിൽ ജീവിതം അവസാനിക്കും. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ നിന്നുകൊണ്ട് ജീവിതത്തിലെ വിജയങ്ങളെയും പരാജയങ്ങളെയും ധൈര്യപൂർവ്വം മുൻപോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പോകാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് പാഠങ്ങൾ നന്നായി മനസ്സിലാക്കി മുൻപോട്ട് ജീവിക്കുക.